ഒരുപാട് കാലത്തിന് ശേഷം പിന്നെയും നമ്മളെ കടവിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞ് ഗൈസ്. വേറെ ഒന്നുമല്ല, ഏകദേശം പുഴയിൽ അങ്ങനെ കുളിക്കാറില്ല. ഇപ്പോൾ ജമ്പ് ചെയ്തതിൻ്റെ അനുജനാണ് പുള്ളിക്കാരൻ. നീന്താൻ വന്നാൽ ഇങ്ങനെയാണ് അവിടെ ഒരു ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോഴും ഇന്ന് പ്രത്യേകിച്ച് വരാനുള്ള കാരണം സൺഡേ ആണ്. അത് ശരിയാ, സൺഡേ ആയിരുന്നു. അതുമാത്രമല്ല, എൻ്റെ പ്രിയ സുഹൃത്തായ ഇരുട്ട് അജിത് കുമാർ, പുള്ളി എറണാകുളത്തുനിന്ന് എന്നെ കാണാനായിട്ട് എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ ജിമ്മനാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, അപ്പോൾ പുള്ളിക്കാരൻ നാട്ടിൽ കാണാൻ വന്നായിരുന്നു. അപ്പോൾ കണ്ടു. ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോയി, പിന്നെ ഫുഡൊക്കെ കഴിച്ചൊരു 3-3:30 മണിയോടെ ഞങ്ങൾ കുളിക്കാനായിട്ട് ഈ പുഴയിൽ വന്നു. അത് നോക്കൂ, അജിത് കുമാർ ഇരുട്ട് നല്ല ഹാപ്പിയിലാണ്. ഈ നല്ല ഒഴുക്കാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒഴുക്കെടുത്ത് താഴെ കൊണ്ടുപോകും. പക്ഷേ താഴെ നമുക്ക് ഇവിടുന്ന് അങ്ങ് ഒഴി താഴെ പോകാൻ നേരത്തെ അവിടെ ചവിട്ടി നിൽക്കാൻ ഇടുപ്പിനത്ര വെള്ളമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നൊരു വട്ടമാണ്. കാർത്തി എൻജോയ് ചെയ്യാണ്. പുള്ളിക്കാരനും അങ്ങനെ വലുതായിട്ടൊന്നും ആറ്റിലൊന്നും വരാറില്ല. അപ്പം ഇരുട്ട് വന്നപ്പോൾ അനിയനും പറഞ്ഞു എന്നാൽ നമുക്ക് പുഴയിൽ പോയി കുളിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നതാണ്. ഇരുട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പുള്ളിക്കാരൻ. എനിക്ക് തോന്നുന്നു വെള്ളം കണ്ടിട്ട് കുറേ ദിവസമായെന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരൻ വളരെ എൻജോയ് ചെയ്തു. വളരെ സന്തോഷം. കാരണം നമ്മളെ കാണാൻ ഇത്രയും ദൂരം ഒന്നും ആള് നമ്മളെ ചാനൽ വഴി നമ്മളെ പരിചയപ്പെട്ടു. നമ്മളെ കാണാനായിട്ട് ഇത്രയും ദൂരം ഒരാൾ വന്ന് നമ്മളവിടെ നല്ല ഫ്രണ്ടായി നമ്മളെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ മാനസികമായിട്ട് വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ ഇരുട്ടിനോട് ഞാനും എൻജോയ് ചെയ്തു. ഇരുട്ടിനോട് വളരെ എൻജോയ് ചെയ്തു. ആ കുളിക്കുന്ന നിമിഷങ്ങളും കാര്യങ്ങളും വളരെ എൻജോയ് ചെയ്തു. പിന്നെ വേറെ എന്നാ പറയാനാ, പുള്ളിക്കാരന് വളരെ സന്തോഷമായിരുന്നു. കാരണം വന്നിട്ട് പുള്ളിക്ക് ഇന്ന സ്ഥലത്ത് വന്ന് കണ്ടപ്പോഴും എന്നെ പുള്ളിക്കാരൻ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു. എന്നിട്ട് പുള്ളി എൻജോയ് ചെയ്താണ് കുളിച്ചൊക്കെ നാട്ടിൽ പോയത്. പിന്നെ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, പുഴ ഞാൻ ഇതേപോലെ ഇതുവരെ ഇട്ടിട്ടില്ല. ഞങ്ങളെങ്ങനെ ഇവിടെ എൻ്റെ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല, കുളിക്കാനൊന്നും വന്നിട്ടില്ല ഗൈസ്. അപ്പം ഒരു ടൈമിന് ഇവിടെ ആയിരുന്നു. പിന്നെ ഇരുട്ട് വന്നുകൊണ്ട് എന്തായാലും നമ്മൾ കുളിച്ചുകളയാന്ന് പറഞ്ഞ് വന്നതാണ്. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല, സന്തോഷം. വളരെ സന്തോഷമായിരുന്നു. കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാറയുടെ മണ്ടയിൽ കയറി. ആ പാറ മേളിൽ കയറി പോകുന്നു. ഈ പാറയുടെ മേളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഫുള്ള് സീനറി താഴോട്ടുള്ള കാണാം. അപ്പോൾ നമ്മൾ വളരെ സന്തോഷം. ഇരുട്ട് വലിയ ഹാപ്പി ആയിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഇത്ര ദൂരത്തുനിന്നൊരു ഫ്രണ്ട് നമ്മളെ കാണാനും വേണ്ട ഫ്രണ്ടായിട്ട് നമുക്ക് ഇത്രയും നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് ഇരുട്ട് അങ്ങനെ കുറേ പേരുണ്ട് നമുക്ക് സുഹൃത്തുക്കളായിട്ട്. പറയാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്, പറയാൻ വാക്കുകളില്ല. എല്ലാവരും നമുക്ക് തരുന്ന ഈ സപ്പോർട്ടും സ്നേഹവും ഇരുട്ട് തന്നെ ഇത്രയും വലിയ ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും വളരെ സന്തോഷം. ഇരുട്ട് വന്ന് സഹകരിച്ചതിനും സ്നേഹിക്കണം. ഈ സ്നേഹമാണ് നമുക്ക് എല്ലാത്തിനും ഉപരിയായിട്ട് കിട്ടേണ്ടത്, അല്ലേ? അപ്പം നമുക്ക് ഈ പാറയുടെ മേളിൽ കയറി മേലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴയുടെ 4 ചുറ്റുളവിൽ നമുക്ക് നല്ലൊരു സീനറായിട്ട് കാണാം. പിന്നെ ഈ വേനൽക്കാലത്ത് മാത്രമേ ഇത്ര നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാൻ സാധിക്കത്തില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പാറയുടെ മണ്ടേക്കൂടെയൊക്കെ വെള്ളം ഒരുപാട് പോവും. പിന്നെ നമ്മൾ ഇവിടെ താഴെ നിന്ന് ഇറങ്ങിയാൽ പോലും നമുക്ക് പിടിയൊന്നും കിട്ടത്തില്ല, നമ്മൾ എവിടെയെങ്കിലും ഒഴുകിപ്പോവും. അപ്പോൾ ഈ വേനൽക്കാലത്ത് മാത്രമാണ് നമുക്കിവിടെ ഒന്ന് നല്ല രീതിയിൽ കുളിക്കാൻ സാധിക്കുന്നത്. ഈ പാറയുടെ മണ്ടയിൽ കയറിയാണ് നമുക്ക് അപ്പുറത്ത് പോകാനായിട്ട്. നടന്ന് പോകാം, നല്ല രസമാണ്. ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സീനറി, പുഴയിലെ മാക്സിമം നല്ല രീതിയിലുള്ള സീനറി നമുക്ക് കിട്ടും കേട്ടോ. എന്തായാലും വളരെ സന്തോഷമായിരുന്നു. കാരണം ഇരുട്ട് ഇത്രയും ദൂരം വന്നു. പിന്നെ വേറെ വാക്കുകളില്ല ഒന്ന് പറയാനായിട്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കാർത്തിക മേളിലേക്ക്, അപ്പോൾ തിരിച്ച് മേലോട്ട് കയറി ഇതുവഴിയാണ് കയറി പോകുന്നത്. കാർത്തി ഉണ്ടോ? കാർത്തി മേളിൽ നിൽക്കുന്നത് ഇത്രയും നല്ല പോരുണ്ട്. ഏകദേശം ഒരു 3 നിലയ്ക്ക് മാല പൊക്കത്തിനുള്ള ഇതാണ് പാറപ്പുറം.